കർണാടകയിലെ ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിൽ ഇന്ന് നടത്തിയ തെരച്ചിലിലും അർജുന്റെയോ ട്രക്കിന്റെയോ സൂചനകളൊന്നും ലഭിച്ചില്ല. നേരത്തെ ലോഹസാന്നിധ്യം കണ്ടെത്തിയ കോണ്ടാക്ട് പോയിന്റ് 3ഉം 4ഉം കേന്ദ്രീകരിച്ചായിരുന്നു തെരച്ചിൽ. സിജു കണ്ണൻ ചേരുന്നു. ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ 4ാം ദിവസം ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും അർജുനെക്കുറിച്ചോ അർജുന്റെ ട്രക്കിനെ കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇന്ന് പ്രധാനമായും ഐബോർഡ് ഡ്രോൺ സംവിധാനം വഴി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിൽ അടയാളപ്പെടുത്തിയ കോണ്ടാക്ട് പോയിന്റ് 3ലും 4ലുമാണ് പരിശോധന നടത്തിയത്. കോണ്ടാക്ട് പോയിന്റ് 3ൽ ആദ്യം പരിശോധന പൂർത്തിയാക്കി. വൈകുന്നേരത്തോടെ കോണ്ടാക്ട് പോയിന്റ് 4ൽ പരിശോധന പൂർത്തിയാക്കി. ട്രക്ക് ഉണ്ടാവാൻ ഏറ്റവും സാധ്യതയുള്ള മേഖല എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയ സ്ഥലമാണിത്. പക്ഷേ അവിടെ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല, സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ചെറിയ ഒരു മെറ്റൽ ഭാഗം, ലോഹഭാഗം കണ്ടെടുത്തു. പക്ഷേ അത് അർജുന്റെ ട്രക്കിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ചുവന്ന കളറുള്ള ഒരു ലോഹഭാഗം, അത് തകർന്ന ടാങ്കർ ലോറിയുടേതാകാനാണ് സാധ്യതയെന്നാണ് കരുതുന്നത്. ഇനിയിപ്പോൾ പരിശോധന നീട്ടേണ്ടത് കോണ്ടാക്ട് പോയിന്റ് 1ലും കോണ്ടാക്ട് പോയിന്റ് 2ലും. ഇത് താരതമ്യേന ലോഹഭാഗത്തിന്റെ സാന്നിധ്യം കുറഞ്ഞ ഒരു മേഖലയാണ്. എങ്കിലും നാളെ തന്നെ ഇവിടെ പരിശോധന പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പരിശോധന നാളെയും തുടരും, തുടർ ദിവസങ്ങളിലും തുടരുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ അറിയിച്ചു. ഈ കോണ്ടാക്ട് പോയിന്റ് 1ലും 2ലും പരിശോധന പൂർത്തിയാക്കിയ ശേഷം നാവികസേന നേരത്തെ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ആദ്യം പരിശോധന നടത്തിയ സ്ഥലത്തും അതോടൊപ്പം തന്നെ ദേശീയപാതയോട് ചേർന്നുള്ള തീരഭാഗത്തും പരിശോധന നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഷിരൂരിൽ ഇന്ന് രാവിലെ റെഡ് അലേർട്ടായിരുന്നു നിലനിന്നിരുന്നത്. രാവിലെ ശക്തമായ മഴ പ്രദേശത്തുണ്ടായിരുന്നു. എന്നാൽ ഉച്ചയോടുകൂടി കാലാവസ്ഥ തെളിഞ്ഞു, വെയിൽ തെളിഞ്ഞു. അതുകൊണ്ട് തടസ്സമില്ലാതെ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വൈകുന്നേരം മഴ വീണ്ടും ശക്തമായി തുടങ്ങിയിട്ടുണ്ട്. നാളെയും പ്രദേശത്ത് ഈ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഷമ്മി. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.